നെയ് നിങ്ങളെ മുറിയിലെ മേശപ്പുറത്തെ ഒരു ഫാന് വെച്ചിരുന്നില്ലേ? അതെന്തിനു ചെയ്താ? അടിച്ചു പൊട്ടിച്ച് ദൂരെ കളഞ്ഞു. ആരടിച്ചു പൊട്ടി ദൂരെ കളഞ്ഞ? കറങ്ങാൻ നേരത്ത് ഭയങ്കര സൗണ്ടാ? അതുകൊണ്ട് നിങ്ങൾ അതിനെ എന്ത് ചെയ്താ? അതിനെ അടിച്ചു പൊട്ടിച്ച് ദൂരെ കളഞ്ഞാ? അത് കറങ്ങിക്കൊണ്ടിരുന്നപ്പോഴല്ലേ നിങ്ങളെടുത്ത് ദൂരെ എറിഞ്ഞാ അല്ലേ? അമ്മയുടെ മുറിയില് ഒരു ഫാൻ ഉണ്ടായിരുന്നു, ടേബിൾ ഫാന്. അതെ, അതായത് നമ്മളെ അറിയില്ല, ടേബിൾ ഫാൻ, ഇരുന്ന് കറങ്ങണ ഫാന്. അപ്പൊ അത് അമ്മയ്ക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. അമ്മയ്ക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. നമ്മളെന്ത് ചെയ്യും, 1-ലോ 2-ലോ, അതേ തണുപ്പാണെങ്കിൽ 1-ലിടും, അതല്ല ചൂടാണെങ്കിൽ 3-ല് 4-ല് ഇങ്ങനെ ഇട്ടിട്ട് നമ്മള് രാത്രി ഇട്ട് കൊടുത്തിട്ട് പോവും. രാവിലെ ആകുമ്പോ ഓഫ് ചെയ്യും. അല്ലെങ്കിൽ അമ്മയുടെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറയും. ഇത് ഫാനിലൊന്നും ചെയ്യണ്ട, അമ്മയ്ക്ക് വേണ്ടാത്ത സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറയും. അങ്ങനെ ചെയ്തിരുന്നു. ഒരു ദിവസം രാവിലെ ഞാൻ ചെന്നപ്പം ഫാന് അതിന്റെ ലീഫൊക്കെ പൊട്ടി, അതിന്റെ അടപ്പൊക്കെ ഇളവി 4 വാക്കിന് കിടക്കണം. അപ്പൊ ഞാൻ ചോദിച്ചത് എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോ പറയണത് ഞാൻ അടുത്ത് തറയടിച്ച് പൊട്ടിച്ചെന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചപ്പോ അതായിട്ട് സൗണ്ട് കേട്ടെന്ന്. ടേബിൾ ഫാനില് എത്ര സൗണ്ട് വരുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവേ. മുതലാണ്. അതിലൊക്കെ ഉപരി അതിൽ വലിയൊരു അപകടം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഈ കറങ്ങിക്കൊണ്ടിരുന്ന ഫാനിനെയാണ് എടുത്ത് ദൂരെ എടുത്തത്. അത് സ്വിച്ച് ഇട്ട് കറങ്ങിക്കൊണ്ടിരുന്ന ഫാനിനാ. ഇന്ന് ആലോചിച്ച് നോക്കിയേ, ഷോക്കാങ്ങാനും ഷോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അപ്പൊ നമ്മൾ നോക്കിയപ്പം അമ്മയുടെ സേഫ്റ്റിയാണ് വലുത്. നമുക്ക് അവരുടെ ആവശ്യങ്ങളും നടക്കണം, സേഫ്റ്റിയും വേണം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, പിന്നെ ആ ഫാൻ വെച്ചു കൊടുത്തില്ല, പകരം ഇപ്പോഴത്തെ സീലിംഗ് ഫാൻ ആക്കി. അതെ, ഞാൻ ഒന്ന് ചോദിച്ചിട്ട് ഇത് അടുക്ക് ഈ ഷോക്ക് അടിച്ച് എന്തെന്നില്ല അന്നേരം സംഭവിച്ചുവെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാർ ആദ്യം പറയണെന്തരാണ്? എന്നാ പറയും? അത്രേ ഉള്ളൂ, അങ്ങനെ പറയുള്ളൂ. അല്ല സംശയം എന്ത്? നാട്ടുകാരൊന്നും പറയില്ല. നാട്ടുകാർക്ക് എന്താ അറിഞ്ഞൂടെ അമ്മ, നിങ്ങളൊന്ന് പോയാണ്. നാട്ടുകാരൊന്നും പറയൂല. പിന്നെ ഇതുപോലെ ദൂരെയുള്ളവര് പറയും. നാട്ടുകാരൊന്നും പറയത്തില്ല, നാട്ടുകാരൊന്നും പൊട്ടരാ. ഇത് ഇപ്പൊ ഞാൻ പറയാനുണ്ടായ സാഹചര്യം എന്താണ് വേണോ? തേച്ചു പിടിച്ച പടിയടക്കേ ഉള്ളൂ, രണ്ടിനും കൂടെ ചക്കയ്ക്ക് ഇല്ല, വേണ്ട. ഇതിപ്പോ പറയാനുണ്ടായ സാഹചര്യം, അമ്മയ്ക്ക് ടേബിൾ ഫാൻ വെച്ചു കൊടുത്തുകൂടെയെന്ന് ഞാൻ കേട്ടായിരുന്നു. കുറച്ചു പേര് ചോദിക്കാനായിട്ട് ഞാൻ കേട്ടു. അപ്പൊ നമുക്ക് അമ്മയുടെ സേഫ്റ്റിയാണ് വലുത്. നമുക്ക് ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും അല്ലെങ്കിൽ അപകടകരമാകുന്ന സാധനങ്ങളൊന്നും അമ്മയുടെ കയ്യെത്തും ദൂരത്തൊന്നും വെക്കാനൊന്നും പറ്റൂല. അത് എല്ലാരും പറയുന്ന മാതിരിയൊന്നും അല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് എല്ലാം അങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊന്നും പറയാൻ പറ്റില്ല. കുറെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും, കുറെ കാര്യങ്ങൾ കാണിച്ചു തരാൻ പറ്റും, അത്രേ ഉള്ളൂ. അത് ഞാൻ ചെയ്യുന്നു. പിന്നെ ഇത് പറയണമെന്ന് തോന്നി. അമ്മയുടെ ആണെങ്കിലോ നമ്മളുടെ ആണെങ്കിലോ ഒക്കെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഞാൻ ഒരുവിധപ്പെട്ട എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളോട്, നിങ്ങൾക്കറിയാം. പക്ഷെ എന്നാലും പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടാവും. ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരുമായിട്ട് ചെറിയ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇപ്പൊ എല്ലാവർക്കും ഒരു എന്താ പറയാ, ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മള് ഇഷ്ടവും സ്നേഹമൊക്കെ നമ്മള് ഓരോന്ന് പറഞ്ഞ് നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇത് പറയണമെന്ന് തോന്നി. അതുപോലെ ഉറക്കഗുളിയ, അതും ഞാൻ കേട്ടായിരുന്നു. ഉറക്കഗുളി കൊടുത്തൂടെയെന്ന്. ഇവിടെ അവർക്ക് തലമുടി പോലും നഖം വരെ വേനയെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. നീ ഇത്ര കൊണ്ട് പോയാണ്. ഉറക്കഗുളിയ നമ്മൾ സാധാരണ ഒരു മനുഷ്യനെന്ന് പറയുന്നത് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈവൻ ഞാനാണെങ്കിൽ പോലും എനിക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഉറക്കഗുളിയ കഴിച്ചിട്ട് ഞാൻ ഉറങ്ങിയില്ലെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അമ്മ രാത്രി ഉറങ്ങില്ല. അതിന് ഉറക്കഗുളിയ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ശോഭന ഉറങ്ങില്ല. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഞാന് ഉറക്കഗുളിയും കൂടെ കൊടുത്താൽ, ഒന്നാമതേ ഉറക്കം പിടിച്ചു വെക്കുന്ന ഒരു വ്യക്തി, എന്നിട്ട് ഈ ഉറക്കഗുളിയ കൊടുത്ത് വരുന്ന ഉറക്കവും കൂടെ പിടിച്ചു വെച്ചാൽ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. അത് നിങ്ങളാരും ചിന്തിക്കുന്ന മാതിരി അത്ര എളുപ്പമുള്ള ഒരു സിറ്റുവേഷൻ അല്ല, അല്ലെങ്കിൽ അതൊരു നോർമൽ സിറ്റുവേഷൻ അല്ല, ഭയാനകമായ ഒരു സിറ്റുവേഷൻ ആണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം. അതുകൊണ്ട് നമുക്ക് ഉറക്കഗുളിയൊന്നും കൊടുക്കാനൊന്നും പറ്റൂല. ഉറക്കഗുളിയ ഡോക്ടർ തരുന്നുണ്ട്, എല്ലാ മാസവും ഉറക്കഗുളിയ തരുന്നുണ്ട്. ഞാൻ ഇതുവരെയ്ക്കും കൊടുക്കണില്ല. കാര്യം ഉറക്കഗുളിയ കൊടുത്താലും അമ്മ ഉറങ്ങൂല.
അപ്പൊ പിന്നെ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയാനകമാണ്. എനിക്കിനകത്ത് ജീവിക്കണ്ടേ, 2 കുട്ടികളെ ഇട്ടിട്ട്. അങ്ങനെ അമ്മ നിങ്ങളിപ്പോ രാത്രി ഉറങ്ങോ? പിന്നെ ഇന്നലെ ആലപ്പുഴ ഉറങ്ങും. ഇന്നലെ ആലപ്പുഴ 3 മണി അലച്ചില്ല. ചുമ്മാ ഇന്നലെ അലച്ചില്ല, ഞാൻ വെറുതെ ചോദിച്ചാ. എന്തുറന്നറിയാൻ വേണ്ടി ചോദിച്ചാ. ഇന്നലെ ഉറങ്ങിയ അമ്മ പറഞ്ഞല്ലേ ഏതോ ഒരു രാത്രി ഉണ്ടല്ലോ നേരത്തെ പോയി നമ്മൾ എവിടെയോ പോയിട്ട് വന്നപ്പോ അണ്ണേ ചായ ഉണ്ടോ? ഓ മാനമാട്ട കാക്ക പഠിക്കാൻ പോയിരിക്കും. വരും ആദ്യം ഇവിടെ വന്ന് നോക്കും. എന്റെ അടുക്കളയിൽ നിന്ന് ആദ്യമേ നോക്കിയിട്ട് പെട്ടെന്ന് ഈ ഞാൻ ചായ ഇട്ട് തരും പോലെ നിങ്ങൾ ഈ എവരിയിൽ വന്നിട അടിയുണ്ടാക്കണം എന്തിനമ്മ ഈ വെളുപ്പാൻ കാലത്ത്? വരാൻ നേരത്തെ എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങ് പോ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയണല്ലേ, ഞാൻ അടുക്കളയിൽ ഇല്ലെങ്കിൽ നിങ്ങളെ കാര്യം നോക്കി അങ്ങ് വെളിയിലോട്ട് പോകണം. അല്ലാതെ എവരുടെ കൂടെ വന്നിടന്ന് അടിയുണ്ടാക്കി എവർക്ക് നിങ്ങളെ പിടിക്കാനുള്ള ആരോഗ്യമില്ല. നിങ്ങൾ 2 പേരും കൂടെ വീഴും. എന്തിനാണെന്ന് രാവിലെ വന്നിടന്ന് വഴക്കുണ്ടാക്കിയ? എന്തിനാണ് വഴക്കുണ്ടാക്കിയ? സത്യത്തിൽ അമ്മാമ്മ എത്ര മണിക്ക് എണീക്കും? എടാ അമ്മാമ്മ ഇന്ന് ദേഹം തളർച്ച വന്നപ്പോ ഇന്ന് അമ്മാമ്മ 4:30 കണ്ട എണീറ്റ് അമ്മാമ്മ വെള്ളവും കണ്ട കുടിക്കാനായിട്ട് പോയപ്പം ഇവര് വന്ന് അമ്മാമ്മയായിട്ട് ബഹളം ഉണ്ടാക്കി. അപ്പൊ ഞാനില്ലല്ല. അപ്പം ഇവര് കതവ് തുറക്കാത്തോണ്ട് അച്ഛമ്മ കതവിനെയൊക്കെ പിടിച്ചു വലിച്ച് തുറക്കാനൊക്കെ നോക്കി. ഇവര് ഇതുകൊണ്ട് പേടിച്ചു. ഇവർക്ക് ആരോഗ്യം ഇല്ലല്ല. അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ തിരിച്ചാ കതവിന് ഇറുക്കി പിടിച്ചു വെക്കാൻ പറ്റും. ഇവരങ്ങനെ അല്ലല്ല. അമ്മാമ്മയ്ക്ക് ആരോഗ്യം ഇല്ലല്ല. ഇവർക്കാണെങ്കിൽ ഇവരാരോഗ്യം തന്നെ പറഞ്ഞു തരണ്ടല്ലോ. ഭയങ്കര ആരോഗ്യമാണ്. നമ്മള് വിചാരിക്കുമ്പോല്ലോ നമുക്കൊന്നും പിടിച്ചാ കിട്ടൂല. രാവിലെ വന്നാണ് വഴക്കുണ്ടാക്കല്ലേ കേട്ടാ. ഇനി വഴക്കുണ്ടാക്കരുത്. അമ്മ ഞാനിപ്പൊ രാവിലെ ഇത്തിരി താമസിച്ചാണ് എണീക്കണത്. എനിക്ക് ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ വയ്യായ്ക കഴിഞ്ഞ് ഇപ്പൊ ആശുപത്രിയിൽ ഞാൻ വന്നേലേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇച്ചിരി ക്ഷീണമുള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി താമസിച്ചാണ് എണീക്കണത്. അപ്പൊ ഞാൻ ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ അടുക്കളയിൽ വന്ന് കിടന്ന് വിളിക്കണ്ട. അവിടെ വന്നിടന്ന് ഇങ്ങനെ ഗേറ്റിനെയൊന്നും പിടിച്ച് വലിക്കണ്ട. ഞാനല്ല. അവരിന്ന് വയ്യായ്ക ഉള്ളതുകൊണ്ടാണ് വെളുപ്പിന് എണീറ്റത്. ഇല്ലെങ്കിൽ അവരും 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴേ എണീക്കുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ഗ്യാസിന്റെ കണക്ഷൻ വെളിയിലായതുകൊണ്ട് ഇവർക്ക് ഗ്യാസ് തുറക്കാനൊന്നും അറിഞ്ഞൂടാ. എനിക്കേ തുറക്കാനൊക്കെ അറിയാവൂ. അപ്പൊ അതുകൊണ്ട് ഞാനേ ചായയൊക്കെ ഇടുള്ളൂ. മനസ്സിലായാ? ഇനി വന്നിടന്ന് ബഹളം ഉണ്ടാക്കോ? നേരം വെളുത്തിട്ട് വന്നാ മതി. നേരം വെളുക്കുമ്പോ എല്ലാ ലൈറ്റും ഓഫ് ആവും. വെട്ടം വരും, ഇതുപോലെ വെട്ടം വരും. അപ്പൊ വന്നാ മതി. ഇവിടെ നിറയെ മരങ്ങളുള്ളതുകൊണ്ട് കാക്ക ഭയങ്കര വിളിയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും കാക്ക വിളിച്ചപ്പോ നേരം വെളുത്തെന്ന്. അത് ഇവിടെ മരങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേട്ടാ. നേരം വെളുത്തു വന്നാ മതി. മനസ്സിലായോ? അത് മരുന്നിന്റെ റിയാക്ഷനുള്ളതാ. മരുന്നേ ഇപ്പഴല്ലടാ, പണ്ട് കുറച്ച് മരുന്ന് കഴിക്കുമായിരുന്നല്ല. അപ്പൊ അതിന്റെ റിയാക്ഷനും പിന്നെ ഫിക്സ് വരൂലേ. ഫിക്സ് വരുമ്പോ അവര് ജന്നി വരുമ്പോ പല്ലിങ്ങനെ കടിച്ചു പിടിക്കും. എങ്ങനെ അമ്മ കാണിച്ചോട്? ജന്നി നീ വിചാരിക്കും പോലല്ല. ജന്നി വരുമ്പോ അച്ചാമ്മേനെ കഴുത്ത് പുറകിലാവും. അതറിയാമോ? കഴുത്തല്ലല്ലോ തല. ഞാൻ കണ്ട് പേടിച്ചു പോയി. കാര്യട്ടോ അച്ചാമ്മേരെ തല പുറകിലാവും, കണ്ണു മൂക്കൊക്കെ ബാക്കിലാവും. അങ്ങനൊന്നും അല്ല, ഭയങ്കര ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടോ. എന്ന് കരുതി എല്ലാവർക്കും വരും. കൊച്ചു കുട്ടികൾക്കാണെങ്കിലും പനി കൂടുമ്പം ജന്നി വരും. അതുകൊണ്ടാണ് പനി കൂടുമ്പോ ഡോക്ടർ തുണി നനച്ച് തുടച്ചെടുക്കുന്ന പറയണില്ലേ. അതുകൊണ്ടാണ് പനി കൂടിയ പിള്ളേർക്കും വരും. അതുകൊണ്ട് ഞാൻ എമ്മിണ്ടാവുന്ന ഒരു വട്ടം പറഞ്ഞല്ല ഞാൻ. ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ അവര് പല്ലൊക്കെ നാക്കിനെയൊക്കെ കടിച്ചു മുറിക്കും. അങ്ങനെ കടിച്ചു മുറിച്ചു. പക്ഷെ അപ്പൊ അറിയൂലടാ. ഇതിനെ ഫിക്സ് എന്ന് പറയും, ജന്നി എന്ന് പറയും, അപസ്മാരം എന്ന് പറയും. അല്ലേ അമ്മ? നിങ്ങൾ എന്തിനെന്ന് പറയണ? പിച്ച്. പിച്ച്. അമ്മക്ക് ഫിക്സ് എന്നൊന്നും പറയാൻ അറിഞ്ഞൂടല്ലടാ അച്ചാമ്മക്ക്. അവർക്ക് ഫിക്സ് എന്നൊന്നും പ്രൊനൗൺസിയേഷൻ ഒന്നും കറക്റ്റ് ആയിട്ട് വരൂല. ഫിക്സ് എന്നേ വരാൻ പറ്റുള്ളൂ. നമുക്ക് ചക്കക്കുരു വിഴുക്ക് വരട്ടാ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അതിനെ? ചക്കക്കുരു വിഴുക്ക് വരട്ട് കഴിച്ചിട്ടില്ലേ? നല്ല ടേസ്റ്റ് ആണ്. അതില് സവാള ഇടോ അമ്മ? സവാള ഇടോ ചക്കക്കുരു വിഴുക്ക് വരട്ടില്? അയ്യോ കുടിക്കാത്ത മോള്.
നേരത്തെ കാണിച്ച് ഒളിച്ചോളി ചായ കുടിക്കണം എന്നിട്ട് ഞാൻ ഈ പറയണ ആളെ എത്ര മണിക്ക് എണീച്ചോ? 10:30. എന്തേലും ഞാൻ കല്യാണത്തിന് വന്നപ്പോ 10 തന്നെ ഞാൻ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആർക്ക് വേണ്ടിട്ട്? മാമ ക്യാൻസൽ ഓർഡർ കൊടുക്കാം. എന്തരമ്മ ആര് ചക്കക്കുരു വേണമെങ്കിൽ കുറച്ച് തിരിഞ്ഞു കൂട്ടാവും. കൂട്ട ഇപ്പൊ ആവും. ഇപ്പൊ അടുപ്പത്താക്കും. ഓ വാഴയില്ലേ വാഴ, അതിന് എന്തെങ്കിലും ഒരു സാറിന് വാഴത്തട വാഴത്തട. ഓ ശരിയെന്നല്ലേ, ഇതൊക്കെ എത്ര വാഴത്തടയൊന്നും ഇപ്പൊ കാണാൻ കൂടിയില്ല. പണ്ടൊക്കെ ഉണ്ട് ഇന്നോ മുഴുവൻ വാഴയിരുന്നു നിറച്ചു. ഓ തരാം തരാം. ചക്ക ഇനി പച്ച നമുക്ക് വയറാവും മക്കളെ. അമ്മ കറി വെച്ച് തരാം. ഇപ്പൊ കറി എനിക്ക് നല്ല ചക്കക്കുരു തൊലിച്ച് ഇപ്പൊ തരാം മുറിച്ച്. ഇന്ന് ഇത്തിരി താമസിച്ചേട്ടാ. മീനും അല്ല ബാക്കി കറികളൊക്കെ ആയി. പക്ഷെ ചക്ക ഇപ്പൊ അവര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇപ്പൊ അടത്തേയല്ലേ. ഇന്ന് ജോലിക്കാരുണ്ടേ, വെൽഡിങ് വർക്ക് നടക്കുവാണ് വീട്ടില്. അപ്പൊ അതുകൊണ്ട് അയ്യോ ഗ്യാസ് വെളിയിലിരിക്കുകയല്ലേ, എങ്ങനെ കറി വെക്കും? അമ്മ നമുക്ക് ഉച്ചക്ക് ബാക്കി കറിയൊക്കെ ആയടാ. നമുക്ക് ഉച്ചക്ക് തിന്നണോ നിർബന്ധമുണ്ടോ? നമുക്ക് രാത്രി തിന്നാലാ? മതിയാ? ചക്ക എങ്ങനെ വെക്കുന്നാണ്ട ഗ്യാസ് തോണ്ട് എടുത്ത് വെച്ചിരിക്കുന്നു. ആ ഗ്യാസിലാകുമ്പോ ഒന്ന് കുക്കറിൽ കുക്കറിൽ വെച്ചാൽ മതി. കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് വേവും. വിറകടുപ്പിലേക്ക് കുറെ സമയം എടുക്കും. എന്ത് ചെയ്യും? പെണ്ണിന് വെക്കണ്ടല്ലേ, നാളെ വെക്കാല്ലേ? അരിഞ്ഞു വെച്ചല്ലോ, നാളെ വെക്കാം. നാളെ വെക്കാം. നാളെ ഞാൻ പോവല്ലേ, അങ്ങനെ നാളെ വെക്കാം. നാളെ എപ്പോഴെങ്കിലും വെക്കാം. ഇന്റൻഷൻ ശരിയെന്നല്ലേ. ഇപ്പൊ ഗ്യാസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അതിലോട്ട് പോണുണ്ടോ എന്തോ. എവിടെന്ന്? എടാ റീലല്ലടാ റിയല്. അപ്പം നമ്മുടെ ചക്ക കൂട്ടാനുള്ള എല്ലാ പ്രിപ്പറേഷൻസും ആയി. ഞാൻ ഗ്യാസ് ഒന്ന് എടുത്ത് ഫിറ്റ് ചെയ്തിട്ട് ഞാനേ കറി വയ്ക്കണ കാണിച്ചു തരാവേ. അത് എടുത്ത് തൽക്കാലത്തേക്ക് വെക്കാടാ. അപ്പൊ ഞാൻ ഇതിന് അടുപ്പത്താകട്ടെ കേട്ടാ. വിശക്കുന്നു. നമുക്ക് പോകാൻ പറ്റൂല. വെക്കാൻ പോയോ? വെച്ചു. ഓ ഇത് ആവിയെടുത്ത ഒരു വരുമല്ലോ. എന്തിയാണെന്നേ പിറ്റാക്കി തൊട്ട് അവള് ചക്കക്കുരു വരുത്തി തരാൻ ഒഴുക്ക് വരട്ടെ. അപ്പൊ രാത്രി വീട്ടിനകത്ത് കള്ളം കയറിയില്ലല്ലോ. മനുഷ്യൻ വന്നാണ് ഒരു കാര്യം. വാ. ഇപ്പോഴേ ആ ജോലിക്കാര് പോയല്ല. ഇത്തിരി ആ ഗ്യാസ് ഒന്ന് ഫിറ്റ് ചെയ്തെന്നെ കറി വെക്കട്ടെ. ജോലി അവര് ജോലി ചെയ്യണം. ഇതാണ് അവരെ കണ്ടുകൂടാട്ടാ. ചക്കക്കുരു വളക്കല്, മാങ്ങ വളക്കല് ഒരു ബാളം തന്നെ. ഓ മാങ്ങ പറിച്ചുതരാം. അമ്മ മാങ്ങ പറിച്ചുതരാമേ പൊന്നിന്. നമ്മുടെ ഗ്യാസ് കുറ്റിയുടെ അന്നത്തെ വർക്ക് പൂർത്തിയായില്ലായിരുന്നേ. അപ്പൊ അതേണ്ട ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഗ്യാസ് ഊരി ഇതേ വെളിയിൽ വെച്ചേക്കുന്നു. ബാ കൊണ്ടുപോയി. തൽക്കാലത്തേക്ക് ഒന്ന് ഫിറ്റ് ചെയ്ത് തന്നാ മതി. ബാക്കി ഞാൻ കറി വെച്ചിട്ടേ
ചക്കക്കൂട്ടാൻ തിന്നാലേ പറ്റുള്ളൂ. ഓ ചക്കക്കൂട്ടാൻ തിന്നാലേ പറ്റുള്ളൂ. ഇനി അതായിട്ട് മുടക്കണ്ട. ചേട്ടൻ ചോദിച്ചു ചക്ക ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് തന്നെ. ഞാൻ പറഞ്ഞു ചേട്ടാ ആകെ ഒന്നേ ഉണ്ട്. അയ്യോ അത് തന്നെ. ബാക്കി അഥവാ ആയിട്ടുണ്ടെങ്കിൽ നല്ല മേളില് നിൽക്കുന്നത്. അത് നമ്മുടെ ഗ്യാസ് തോട്ടം എത്തൂല. ഗ്യാസും തുറന്നു വെച്ചിട്ട് കാര്യം പറയണ. ഇല്ലല്ലോ തുറന്നല്ല പാണ്ടിയില്ലേങ്കള. ഓ കഷ്ടമല്ലേ, ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാണ്ടായി പോയത് ഒരു സങ്കടമായിപ്പോയി. അതിനി വിളയുമ്പം കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ടേ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവങ്ങൾ നടന്ന് രണ്ടമ്മമാരും കുളിച്ച് സുന്ദരിമാരായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം അമ്മ കുളിക്കാൻ പോയ തക്കത്തിന് ഞാൻ കഴിച്ചേ. കുറച്ചേ ഇപ്പൊ ഇടുന്നുള്ളൂ. കൂടുതൽ ഇട്ടാല് രാത്രി ഇനി കഴിക്കൂല, ചോറ് കഴിക്കൂല. ചിലപ്പോ കഴിക്കും, മൂട് പോലെ ഇരിക്കും. അതുപോലെ രാത്രി തികയൂല. കുറച്ച് ചക്കയിലേ വെച്ചോളൂ. അപ്പൊ എല്ലാം ഇപ്പൊ എടുത്ത് കൊടുത്താൽ രാത്രി ചക്ക ചോദിക്കുമ്പോ ചക്ക ഇല്ലെങ്കിൽ സീനാവും. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി മാത്രമേ വെക്കണുള്ളേ. പിന്നെ കറി കൊഴിയാളയാണേ. ഇവിടെ പാലടുപ്പത്ത് പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാനേ ഒരു സൈഡിൽ കൂടെ ചായയും കൂടെ ഇട്ടോണ്ടിരിക്കണം. അയ്യോ എന്റെ അരിപ്പ എവിടെ? അരിപ്പ കണ്ടില്ലല്ലോ. അരിപ്പ ഒരു സൈഡിൽ കൂടെ ചായയും കൂടെ ഇട്ടോണ്ടിരിക്കുന്ന. അയ്യോ ചായപ്പോയി. അയ്യോ പാലിപ്പോയി. അപ്പം ചോറ് കൊടുക്കണില്ലേ? ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അല്ലെങ്കിലും ഉച്ചയ്ക്ക് ചോറ് ഇനൂല. നിങ്ങൾക്ക് അറിയാമല്ല, ഇന്ന് ചക്കയും മീനുള്ള ദിവസം മാത്രമേ അത് ചക്കയും മീനും മാത്രമേ കഴിക്കത്തുള്ളൂ. തിരിച്ചടച്ചു വെച്ചോട്ടെ. ഇരിപ്പുണ്ടോ അമ്മാ? വരണില്ലേ നിങ്ങള്? എവിടെ ഇരിക്കണ? ഇവിടെ ഇരിക്കണേ. എവിടെ? ഇനി വാ, ബാക്കിലോട്ട് വാ. അവിടെ ഇരിക്കും. ചക്ക വേണ്ടേ? ചോദിച്ചില്ലല്ലോ. പിന്നെ വേണം പറഞ്ഞില്ലല്ലോ നിങ്ങള്. ചക്ക മാത്രം മതി, ചോറ് വേണ്ട. അതേനെ ചക്കര ആരും പറഞ്ഞില്ലല്ലോ. ചക്ക മാത്രം മതി, എനിക്ക് ചോറൊന്നും വേണം. ഞാൻ കുറച്ച് കഴിച്ച് ഓമന കഴിച്ച് എന്നിട്ട് എല്ലാരും പോയി കുളിച്ചു. അപ്പോഴത്തേക്ക് അവര് കുളിക്കാൻ പോയി. അത് കുളിച്ചിട്ട് സുന്ദരിയായിട്ട് വന്നിരിക്കുന്നു. കൊള്ളാമോ ചക്ക? കൊള്ളാമോ? രുചിയുണ്ടോ? മീനും കൂടെ എടുത്ത് കഴി. കുളിച്ചാ നിങ്ങള്? എപ്പൊ കുളിച്ച? ഞാൻ വെള്ളം എടുത്തു കുളിച്ച്. വെള്ളം എങ്ങനെ? എവിടുന്ന് എടുത്താ വെള്ളം? ഇവിടെ എടുത്തോണ്ട് പോയാ? ഞാൻ കണ്ട. എന്നാലും ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയണോല്ലോ എങ്ങനെയെന്ന്. അതിനു വേണ്ടി ചോദിച്ചാ. ഇവിടുത്തെ പൈപ്പിൽ നിന്ന് എടുത്തോണ്ട് പോയല്ലേ കുളിച്ചാ? അല്ലേ? ആ കിണറില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നല്ലേ? നമ്മടെ ഈ ഏരിയയില് 2 ദിവസമായിട്ട് വെള്ളമില്ല. ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് നോക്കണേ. ആരോട് പറയാൻ? ആർക്കും ഉത്തരവാദിത്വം ഇല്ല, ആർക്കും അറിയാൻ വേണ്ട. മറ്റന്നാൾ റിസൾട്ടും വരുന്നു. സത്യം പറഞ്ഞ ആരൊക്കെയോ ജയിക്കുന്നു, ആരൊക്കെയോ ഭരിക്കുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അത് തന്നെ. അവിടെ 2 മറ്റേ മെയിൻ വെള്ളമാണമ്മ. മറ്റേ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ്. നമ്മൾക്ക് കിണറുള്ളത് കൊണ്ട് നമ്മള് മോട്ടർ അടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഇവിടെയൊക്കെ എന്തുമാത്രം ആൾക്കാരെന്നറിയോ ടാങ്കിൽ വെള്ളം പിടിച്ച്. അതായത് വെള്ളം ഇല്ലാത്ത സമയത്ത് ടാങ്കിൽ വെള്ളം വന്ന് നിറഞ്ഞു കിടക്കും. ആ കിണറുള്ളത് കൊണ്ട് ഞാൻ ആലോചിക്കുന്നത്, ഈ ടാങ്കിൽ നിറച്ചിട്ടിരിക്കുന്ന ആൾക്കാരൊന്ന് ആലോചിച്ചൊക്കെ ടാങ്കിൽ തീരുമ്പോ എന്ത് ചെയ്യും? അത് ചൂടും. ഈ ചൂടത്ത് വെള്ളം തികയോ ആർക്കെങ്കിലും 1 or 2 വട്ടം ആൾക്കാർ കുളിക്കുകയും മേലെഴുകയും ചെയ്യും. എനിക്കറിഞ്ഞൂടെ എന്താവോ എന്തോ ഇങ്ങനെ പോയാലും. അപ്പൊ ഞാന് അമ്മയുടെ റൂമിൽ കണക്ട് ചെയ്തേക്കുന്ന ടാങ്ക് വാട്ടർ അതോറിറ്റിയുടെ ടാങ്കല്ലല്ലോ, ടാപ്പ്. അപ്പൊ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് ഞാൻ അമ്മയോടെ പറഞ്ഞ് വെള്ളം ബക്കറ്റിൽ കൊണ്ടുപോയി
ഒഴിച്ച് കുളിക്കുക. സാധാരണ ഞാനാണ് വെള്ളം എടുത്ത് കൊടുക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം അമ്മയോട് പറഞ്ഞ് എനിക്ക് വെള്ളം തൂക്കിയെടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് ഷോബൂസ് അറിഞ്ഞ് കണ്ട് ചെയ്യുന്നുണ്ട്. അല്ലേ അല്ലേ അല്ലേ? വയ്യാത്തോണ്ട് എല്ലാം ഞാൻ ചെയ്യും. മൂക്ക് മൂക്കിന്ന് വീണോണ്ടിരിക്കുന്നത്. ഞാൻ അത് വലിച്ച് തിന്നല്ലേ, അത് മൂക്കിന്ന് വീണ അതിനകത്ത്. മതി കഴിവ്. ഇഞ്ഞിട്ട് പാത്രം ഇട്. മതി ഇനി വലിക്കല്ലേ, മൂക്കിന്ന് വീണ്. ഇഞ്ഞിട്ട് ഞാൻ കഴുവാൻ പാത്രം. ഞാൻ കൊണ്ട് ഈ കഴുവാ. പിന്നെ പോയി കഴുകിട്ട് വാ പോ. വെള്ളമുണ്ടല്ലേ. വിശപ്പ് മാറിയാ? ഇനി രാത്രി ഒന്നും വേണ്ടേ? രാത്രി മതി. രാത്രി ചോറ് മതി. രാത്രി ചോറ് മതി. അപ്പൊ രാത്രി ചോറിന്റെ കൂടെ ചക്ക വേണ്ടേ? ചക്ക വേണ്ടേ? ചോറ് തിന്ന. ചോറിന്റെ കൂടെ ചക്ക വേണ്ടേ? ഓക്കെ. എടുക്കട്. ഇനി ചായ പാട്ടി. അങ്ങനെ അപ്പം നമ്മുടെ ചക്കയുടെ വിശേഷം ഇന്നത്തോടെ കഴിഞ്ഞേക്കാണ്. അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ.